എല്ലാവർക്കും മാത്ത് മൈൻഡിൻ്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് റാങ്കിങ് ആണ്. അപ്പോൾ എന്താണ് റാങ്കിങ്? അതെ, റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്കറിയാം, ഒരു ക്ലാസ്സിലും അല്ലെങ്കിൽ നമ്മളൊരു എക്സാംസിനൊക്കെ റാങ്ക് പറയുന്നത് എന്താണ്? മാർക്കിനനുസരിച്ച് അവരുടെ പൊസിഷനാണ് റാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെയും പഠിക്കാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ നമുക്ക് പൊസിഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കോമ്പറ്റേറ്റീവ് എക്സാംസിന് കാണാൻ പറ്റും. നമ്മുടെ കേറ്ററ്റ്, സെറ്റ്, അങ്ങനെ ഒരുപാട് എക്സാംസിന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആ പൊസിഷൻസ് എങ്ങനെയൊക്കെ വരാം? ലെഫ്റ്റ് ടു റൈറ്റ് വരാം, അതുപോലെ തന്നെ ടോപ്പ് ടു ബോട്ടം വരാം. നമ്മൾ കണ്ടിട്ടുണ്ട് ക്വസ്റ്റ്യൻസ്. അതായത് ഇപ്പോൾ ഒരു കുട്ടി ലെഫ്റ്റിൽ നിന്ന് 6ാമതാണെങ്കിൽ റൈറ്റിൽ നിന്ന് എത്രാമതായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്ര പേര് ടോട്ടൽ കാണും? ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ? പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ റാങ്കിങ്ങിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ആശാസ് റാങ്ക് ഈസ് 5 ഫ്രം ടോപ്പ് ആൻഡ് 4 ഫ്രം ബോട്ടം ഇൻ എ റോ ഓഫ് പീപ്പിൾ. ഹൗ മെനി പീപ്പിൾ ആർ ഇൻ ടോട്ടൽ? അതായത് ആശ എന്ന കുട്ടിയുടെ റാങ്ക് ടോപ്പിൽ നിന്ന് 5ാമതും ബോട്ടത്തിൽ നിന്ന് 4ാമതുമാണെങ്കിൽ ടോട്ടൽ എത്ര കുട്ടികളുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് വരച്ച് നോക്കിയാലോ? അപ്പോൾ ആശ എന്ന് പറയുന്ന കുട്ടി, നമുക്കിവിടെ എന്ത് പറയാം, 1 2 3 4 5. ടോപ്പിൽ നിന്ന് 5th പൊസിഷനിലാണ് ആരുള്ളത്? ആശ ഉള്ളത്. അതുപോലെ തന്നെ ബോട്ടത്തിൽ നിന്ന് 4ാമത്തെ പൊസിഷനാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 4th പൊസിഷൻ എന്ന് പറയുന്നത് ബോട്ടത്തിൽ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ താഴേക്ക് എന്ത് വരും? 3 2 1. അതായത് ബോട്ടത്തിൽ നിന്നുള്ള ഫസ്റ്റ് പൊസിഷൻ, സെക്കൻഡ് പൊസിഷൻ, തേർഡ് പൊസിഷൻ, 4th പൊസിഷൻ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. ആശ എന്ന കുട്ടി ടോപ്പിൽ നിന്ന് 5th പൊസിഷനിലും ബോട്ടത്തിൽ നിന്ന് 4th പൊസിഷനുമാണെങ്കിൽ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻ വേണ്ടുന്നത്? ഹൗ മെനി പീപ്പിൾ ആർ ഇൻ ടോട്ടൽ? എത്ര കുട്ടികളാണ് ടോട്ടലായിട്ടുള്ളത്? അപ്പോൾ ഇതാണല്ലോ നമ്മുടെ റെപ്രസെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് ടോട്ടൽ ചെയ്ത് ആഡ് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8. എത്രയാണ് ടോട്ടൽ കുട്ടികളുള്ളത്? 8 കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ ഇതൊരു ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്ത് നോക്കാൻ പറ്റി. പക്ഷേ നമ്മളോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാണ്, ആശാസ് റാങ്ക് ഈസ് 100 ഫ്രം ടോപ്പ് എന്നോ അങ്ങനെ എന്തെങ്കിലും വലിയ നമ്പേഴ്സ് തരുമ്പോൾ നമുക്കിങ്ങനെ റെപ്രസെൻറ്റേഷൻ നടക്കില്ല. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളൊരു ട്രിക്കാണ് പറയുന്നത്. ഇവിടെ നോക്കിക്കേ, ഫസ്റ്റ് എന്ന് പറയുന്നത് റാങ്ക് തന്നിരുന്നത് 5ഉം അടുത്ത റാങ്ക് എന്ന് പറയുന്നത് എന്താണ്? 4ഉമായിരുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ആ തന്നേക്കുന്ന 2 പൊസിഷൻസ് ആഡ് ചെയ്യുക. 5 + 4 എത്രയാണ് വരുന്നത്? 9 ആണ് വരുന്നത്. ആ ടോട്ടൽ കിട്ടിയതിൽ നിന്ന് നമ്മളൊരു 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ റെഡിയാണ്. ഓക്കെ ആണോ? അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്? അമൽസ് റാങ്ക് ഈസ് 10 ഫ്രം റൈറ്റ് ആൻഡ് 12 ഫ്രം ലെഫ്റ്റ്. ഹൗ മെനി പീപ്പിൾ ആർ ഇൻ ടോട്ടൽ? അതായത് അമൽ എന്ന് പറയുന്ന കുട്ടിയുടെ റാങ്ക് റൈറ്റിൽ നിന്ന് 10ാമതും ലെഫ്റ്റിൽ നിന്ന് 12ഉമാണെങ്കിൽ എത്ര കുട്ടികളാണ് ടോട്ടൽ ഉള്ളത്? അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ട്രിക്ക് പഠിച്ചു. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന 2 പൊസിഷൻസ്, ഏതൊക്കെ പൊസിഷനാണ് നമുക്ക് തന്നിരിക്കുന്നത്? റൈറ്റിൽ നിന്ന് 10th പൊസിഷനും ലെഫ്റ്റിൽ നിന്ന് 12th പൊസിഷനുമാണ്. അപ്പോൾ ഈ 2 പൊസിഷൻ നമ്മൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 10 + 12 നമുക്ക് എത്ര കിട്ടും? 22. ഇതാണോ നമ്മുടെ ടോട്ടൽ? അല്ല. ഈ പൊസിഷൻസ് ആഡ് ചെയ്തതിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ 22 - 1 എത്രയാണ് കിട്ടുന്നത്? 21. ഓക്കെ, ഇതാണ് നമ്മുടെ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് തന്നിരിക്കുന്ന പൊസിഷൻസ് 2ൻ്റെയും സം എടുക്കുക. ആ സമ്മിൽ നിന്ന് 1 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ കിട്ടും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. രാമോസ് പൊസിഷൻ ഇസ് 20 ഫ്രം ബോട്ടം ആൻഡ് 8 ഫ്രം ടോപ്പ്. ഹൗ മെനി പീപ്പിൾ ആർ ദെയർ? നമ്മൾ പഠിച്ച ടൈപ്പ് 1 അതേ മോഡലിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. രാമുവിൻ്റെ പൊസിഷൻ ബോട്ടത്തിൽ നിന്ന് 20ഉം ടോപ്പിൽ നിന്ന് 8ഉം ആണെങ്കിൽ എത്ര കുട്ടികളാണ് എന്താണ് ടോട്ടൽ ഉള്ളതെന്ന്? അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരെയും കമൻറ്റിൽ ഇടണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.